സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡിൽ കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് ഉർവശിയും കൽപ്പനയും കൂടി ചേർന്ന പ്രിയങ്കേൻ്റെ വരുണിൻ്റെ വിവാഹാൽബൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടാളും ഒന്നിച്ചുള്ള ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് പ്രിയങ്കയോട് പറയണേ, ഇത് നോക്കിക്കേ, ഇത് മോളുടെ കല്യാണ ആൽബോ. ഈ നിൽക്കുന്നതാരാ? മോളുടെ കഴുത്തി താലി കെട്ടി മോളുടെ ഭർത്താവ്. വരുൺ ശരിക്കും മോളുടെ ഭർത്താവാ. മോളുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് വെച്ചിരിക്കുക നിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് നടക്കുന്നവള് ആ രാധിക. എന്തിനാ എന്ന് പ്രിയങ്ക ചോദിക്കുക. അന്നേരം കൽപ്പന പറയണേ, വേറെന്തിനാണ്? വരുണിൻ്റെ പേരിലുള്ള ഈ കുടുംബത്തിൽ ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയാ രാധിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഈ സ്വത്തുക്കളൊക്കെ ആരുടെയാണെന്നറിയോ? എല്ലാം മോളുടെയാണ്. ഇതൊന്നും മോള് വിട്ടുകളയല്ലേ. ആദ്യം തന്നെ ആ രാധികയോട് നിന്ന് അടിച്ച് പുറത്താക്കണം. വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് രാധിക അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് മോള് വരുണിൻ്റെ ജീവിതത്തിൽ തിരിച്ചു കയറണം. എന്നാലേ മോൾക്ക് ഈ സ്വത്തുക്കളെല്ലാം കിട്ടുകയുള്ളൂ. മോൾക്ക് ഞങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇനി മോള് പറ, ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാ? മനസ്സിലായോ? അത് മനസ്സിലായി. എന്നാൽ ആരാണെന്ന് പറ. ഇതൊരു ചേട്ടൻ. അദ്ദേഹത്തിന് രണ്ടുപേർക്ക് ദേഷ്യം കയറുവാണ്. അന്നേരം ഉർവശി വരണേ, കൽപ്പനെ, നമ്മൾ ഇത്ര നേരം വായിൽ വെള്ളവും വറ്റിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും ഈ മണ്ടിയുടെ തലയിൽ കയറിയില്ലല്ലോ. അന്നേരം കൽപ്പന വരണേ, ചെറിയമേ സമാധാനപ്പെടും. ഇവൾക്കങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നെങ്കിലും അവൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കും. അതുവരെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൂടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. മോളെ നോക്കിക്കേ, ഈ മോളുടെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനിപ്പോൾ രാധിക പിടിച്ചു വെച്ചിരിക്കുകയാണ്. മോൾക്ക് വരണ്ട വേണമെന്ന് മോളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിനുവേണ്ടി എന്ത് കാര്യത്തിനും മോളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം. മോളൊന്നുകൂടി ഈ ഫോട്ടോ ഒക്കെ നോക്കിക്കേ, ശരിക്കും നോക്ക് എന്ന് പറഞ്ഞ് വീണ്ടും പ്രിയങ്ക അതൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടെ പത്മിനി അതുവഴി വരുന്നത്. അന്നേരം പത്മിനി അത് കണ്ടിട്ട് ചോദിക്കണേ, നിങ്ങൾ രണ്ടാളും കൂടി എന്താ ഇവിടെ ചെയ്യുന്നത്? അന്നേരം അവർ രണ്ടാളും നിന്ന് പരുങ്ങുക. ആ സമയം പത്മിനി അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ വരുവാ. എന്തിനാ ഇപ്പോൾ ഈ ആൽബം പുറത്തെടുത്തത്? നിങ്ങളാണോ ഇത് പ്രിയങ്കക്ക് കൊടുത്തത്? അയ്യോ അമ്മേ, ഞങ്ങളൊന്നുമല്ല. ഇത് പ്രിയങ്ക തന്നെ ഒരു ബുക്ക് ഇരിക്കുന്നതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. അവൾക്കിതൊക്കെ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ പേജൊക്കെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. നിങ്ങൾ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അതെ, രണ്ടുപേരോടും ഞാൻ പല വിട്ടുവീഴ്ചകളും കാണിച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ കുടുംബത്തെ തകർക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കില്ല. രണ്ടിനെയും പിടിച്ച് പുറത്താക്കും. അക്കാര്യം രണ്ടാളും ഓർമ്മ വെച്ചോ. അങ്ങനെ അവർ രണ്ടാളും അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം പത്മിനി പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആൽബമൊക്കെ വാങ്ങിച്ചിട്ട് പ്രിയങ്കയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് തിരിച്ചെത്തുന്ന വരുണിനെയും രാധികേനുമാണ്. അങ്ങനെ കാറ് വരുന്ന ഒച്ച കേൾക്കുന്നതും മുത്തശ്ശി വേഗം തന്നെ പുറത്തേക്ക് വരുവാണ്. ഈ സമയം വരുണിൻ്റെ രാധികയും കാറിൽ നിന്ന് പുറത്തിറങ്ങുവാണ് കേട്ടോ. അവരെ കാണുന്നതും സന്തോഷത്തോടെ മുത്തശ്ശി അരികിലേക്ക് ചെല്ലുവാണ്. രാധിക അങ്ങനെ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. എന്താ യാത്രയൊക്കെ പെട്ടെന്ന് തന്നെ മതിയാക്കി രണ്ടാളും ഇങ്ങ് പോന്നോ? ഞങ്ങൾ കരുതി ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരികെ എത്തുള്ളൂ. അന്നേരം വരുൺ പറഞ്ഞേ, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം മുത്തശ്ശി. അല്ല അതിരിക്കട്ടെ, പ്രിയങ്ക ഇവിടെ നിന്നും പുറത്താക്കിയോ? ഇല്ല. ഇല്ലെന്നോ? മുത്തശ്ശിയല്ലേ ഞങ്ങൾക്ക് വാക്ക് തന്നത്, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പ്രിയങ്ക ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാന്ന്. പിന്നെന്ത് പറ്റി? അതൊക്കെ ചുമ്മാ പറഞ്ഞതായിരുന്നോ? അന്നേരം മുത്തശ്ശി വരണേ, ഇന്നിവിടെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു, എല്ലാം നിന്നോട് പറയാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ദേവനും യശോദയും പ്രിയങ്കയെ കൂട്ടാൻ വന്നതും അതിനുശേഷം സുകുമാരിയും അമ്മ അവിടെ വന്നുണ്ടാക്കിയ പുകിലും പിന്നീട് നാട്ടുകാരുടെ മുമ്പിൽ ഇവർ അപമാനിതരായ കാര്യവും എല്ലാം പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് വരുണിൻ്റെ രാധികയ്ക്ക്. അന്നേരം വരുൺ ചോദിക്കണേ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഈ നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെടുത്തിയിട്ട് ആ സുകുമാരി അമ്മയെ ജീവനോടെ വിട്ടെന്നോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെയുള്ള വാക്കുകളല്ലേ അത്രയും നാട്ടുകാരെ വിളിച്ചു കൂട്ടി ആ സുകുമാരി അമ്മ വിളിച്ചു പറഞ്ഞത്. നാണം കെട്ട് എല്ലാവരുടെ തൊലി ഒഴിഞ്ഞു പോയി. ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല മുത്തശ്ശി. അവർ കാണിച്ച അഹങ്കാരത്തിനുണ്ടല്ലോ ഇപ്പം തന്നെ പ്രിയങ്കയെ ഇവിടെ നിന്ന് പിടിച്ചു വലിച്ചിറക്കി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് വേണ്ടത്. അത് ഞാനിപ്പോൾ തന്നെ ചെയ്യും. അന്നേരം മുത്തശ്ശി വരണ്ട തടയണേ. വരും വേണ്ട, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പം തന്നെ നാട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇനി നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. തൽക്കാലം നീ ഒന്ന് സംയമനം പാലിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും നിയമപരമായിട്ട് പ്രിയങ്ക ഇപ്പോഴും നിൻ്റെ ഭാര്യയാണ്, അത് ഓർമ്മ വേണം. അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കണ്ട. ഈ സമയം രാധിക പറയണേ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത്, എല്ലാവർക്കും എന്നോട് ദേഷ്യം ഒരുക്കുമല്ലേ? അന്നേരം മുത്തശ്ശി വരണേ, മോളോട് എന്തിനാണ് ഞങ്ങൾ ദേഷ്യം കാണിക്കുന്നത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. മോള് വിഷമിക്കാതിരിക്കുക, മോള് വാ. അങ്ങനെ പറഞ്ഞ് വരുണിനെയും രാധികനെയും കൂട്ടി അകത്തേക്ക് കയറുവാണ് കേട്ടോ മുത്തശ്ശി. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് ഓടി വരുക. ഹായ് ചേച്ചി വന്നോ എന്നും പറഞ്ഞ് രാധികയെ കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് പറയണേ, ചേച്ചി എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേ? ചോക്ലേറ്റ് കൊണ്ടുവന്നില്ലേ ചേച്ചി? അങ്ങനെ പ്രിയങ്കയുടെ കൊഞ്ചലൊക്കെ കേൾക്കുമ്പോൾ വരുൺ അങ്ങ് ദേഷ്യം വരുക. ചോക്ലേറ്റ്? നിനക്ക് ചോക്ലേറ്റ് ഉള്ള തരുന്നത് നല്ല തല്ലാണ് എന്നും പറഞ്ഞ്
പ്രിയങ്കയത്തെല്ലാം വരുവാണ്ടോ വരുൺ. അന്നേരം രാധിക മുത്തശ്ശിയും ചേർന്ന് വരുണിനെ തടയുവാണ്. ഈ സമയം ഇത് കണ്ട് കൽപ്പന അങ്ങോട്ടേക്ക് വരുക. ആ എന്താ വരുൺ ഇതൊക്കെ? അവൾക്ക് പഴയ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതിന് നീ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണോ വേണ്ടത്? ഈ സമയം പ്രിയങ്ക വീണ്ടും രാധികയുടെ ചോക്ലേറ്റ് ചോദിക്കുക. അന്നേരം കൽപ്പന ചോദിക്കണേ, എന്താ രാധിക ഇത്? ആ കൊച്ച് എത്ര നേരം ചോക്ലേറ്റ് ചോദിക്കുന്നു? നിന്നെ കാണാതെ കുറേ നേരം കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എടുത്ത് കൊടുത്തൂടെ? ഈ സമയം രാധിക പറയണേ, അതിന് ഞാൻ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഏട്ടത്തി. ആ അത് കൊള്ളാം. അല്ലെങ്കിലും രണ്ടാളും കൂടി പുറത്തു പോയപ്പോൾ നീ നിൻ്റെ അനിയത്തിയുടെ കാര്യമൊക്കെ മറന്നു അല്ലേ? മോളെ ഇതാ ഈ ഓറഞ്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് രാധിക ഒരു ഓറഞ്ച് എടുത്ത് കൊടുക്കുക. അത് കാണുന്നതും പ്രിയങ്ക സന്തോഷത്തെ ഓറഞ്ചൊക്കെ കിള്ളിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ പ്രിയങ്കയുടെ ആ കോപ്രായൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുക. മുത്തശ്ശി എനിക്കിതൊക്കെ കണ്ടിട്ട് എൻ്റെ നിയന്ത്രണം വിടുവാണ് കേട്ടോ. അന്നേരം കൽപ്പന പറയണേ, വരുൺ നിനക്ക് നിയന്ത്രണം വിട്ടിട്ട് എന്താ കാര്യം? നാട്ടുകാർ ചേർന്നിട്ട് ഈ പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല വീട്ടിൽ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ഏട്ടത്തി എന്താ ചെയ്തത്? അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുമല്ലേ, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഈ സമയം കൽപ്പന പറഞ്ഞേ, അല്ല ഞാനിപ്പോൾ എന്തു പറയാനാ? നീയല്ലേ 2 ഭാര്യമാരെ ഇടവും വലവും നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പം നീയാണ് അതിൻ്റെ സമാധാനം പറയേണ്ടത്. അന്നേരം മുത്തശ്ശിയെ കൽപ്പനയോട് ദേഷ്യപ്പെടണേ, കൽപ്പനെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണല്ലോ നിൻ്റെ സ്വഭാവം. ഈ സമയത്തായിരിക്കോട്ടോ ഉർവശി അങ്ങോട്ടേക്ക് വരുന്നത്. ഉർവശിയെ കാണുന്നതും വരുണിൻ്റെ അധികം ഞെട്ടലോട് കൂടി നിൽക്കുവാണ്. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല ഞങ്ങൾ 2 ദിവസം കണിമംഗലത്ത് നിന്ന് മാറി നിന്നപ്പോഴേക്കും എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടവരെയൊക്കെ വീണ്ടും തിരികെ കയറ്റുമോ? എന്താ മുത്തശ്ശി ഇതൊക്കെ? അന്നേരം മുത്തശ്ശി പറയണേ, പിന്നെ മക്കളെ നിങ്ങളോട് 2 പേരോടും കാര്യങ്ങൾ എന്താ നടന്നതെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. രണ്ടാളും വാ എന്ന് പറഞ്ഞ് വരുണിനെ രാധികേനെ വിളിച്ചുകൊണ്ട് പോകുവാണ് കേട്ടോ. ഈ സമയം ഉർവശി പേടിച്ച് കൽപ്പനയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കണേ, കൽപ്പനെ ഇനി വരുണിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? വരുൺ പ്രശ്നം ഉണ്ടാക്കി എന്നെ ഇവിടെ നിന്ന് വീണ്ടും പുറത്താക്കുമോ? അന്നേരം കൽപ്പന പറയണേ, അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും ചെറിയമ്മയുടെ ആത്മഹത്യ നാടകം എല്ലാവരും ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇനി ചെറിയമ്മ ഇവിടെ നിന്ന് പുറത്താക്കാനൊന്നും പോകുന്നില്ല. ഈ സമയം ഉർവശി പറയുന്നുണ്ട്, ഏട്ടത്തിയുടെയും ഇവിടെയുള്ളവരുടെയും സിമ്പതി പിടിച്ചു വരാനായിട്ട് ആത്മഹത്യാ നാടകം എന്നൊക്കെ ഞാനും പറഞ്ഞു. പക്ഷെ സത്യം പറയാമല്ലോ കൽപ്പനെ, ഇപ്പോഴും എങ്ങനെ ആവശ്യം എൻ്റെ ഉള്ളിൽ ചെന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവരുടെ സംസാരമൊക്കെ പ്രിയങ്കയും അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ പ്രിയങ്കയെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ, അതെന്താണെങ്കിലും എങ്ങനെയെങ്കിലും ആവട്ടെ, എന്നാണെങ്കിലും തൽക്കാലം ഇപ്പോൾ ചെറിയമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു കയറാൻ പറ്റിയല്ലോ. ഇനി ആ സംഭവത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട. പിന്നീട് കാണിക്കുന്നത് ഗൗതമും അജിത്തും ബെഞ്ചമിനും ഒക്കെ ചേർത്ത് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം ഗൗതമാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിനെ കളിയാക്കുക. എന്താ ബെഞ്ചമിൻ, എന്താ ആലോചിച്ച് കൂട്ടുന്നത്? രാധികയെ കൊല്ലാനായിട്ട് നോക്കിയ ഓരോ ശ്രമങ്ങളും പാളിപ്പോയതിൻ്റെ ലിസ്റ്റ് എടുക്കുവാണോ? അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട്. അല്ല അവസാനം ബെഞ്ചമിനെ തിരക്കി ബെഞ്ചമിന് പിന്നാലെ പോലീസുകാരെങ്ങാനും ഇനി ഉടനെ എത്തുമോ? നമ്മളെല്ലാവരും ഇനി അടുത്ത കേസിന് അകത്താകേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ ഗൗതം. അന്നേരം ഗൗതമിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ബെഞ്ചമിൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ബെഞ്ചമിൻ പറയണേ, ഇപ്പം നീ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്. തൽക്കാലം ഇതിനൊന്നും ഞാനിപ്പം മറുപടി പറയുന്നില്ല. നിങ്ങളെന്നെ ഏൽപ്പിച്ച ജോലി ഇതിലും ഭംഗിയായിട്ട് തന്നെ ഞാൻ പൂർത്തിയാക്കിയിരിക്കും. അന്ന് ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ നിനക്ക് തന്നോളാം. ഈ സമയം ഗൗതം പറയണേ, എന്നാലും എന്തൊക്കെയായിരുന്നു കേട്ടത്? ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതെ പിന്മാറാത്ത ആളാണ് ബെഞ്ചമിൻ എന്നൊക്കെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ എല്ലാ പ്ലാനിലും പൊട്ടി ഒരു തുന്നൻ പാടി വന്നിരിക്കുന്നത് കണ്ടില്ലേ? മാത്രമല്ല പോലീസ് അന്വേഷണം വേറെയും. അന്നേരം അജിത്ത് പറയുന്നുണ്ട്, ബെഞ്ചമിൻ പോലീസുകാർ ശക്തമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗൗതം പറയണേ, അല്ല എൻ്റെ അമ്മയും അതുപോലെ അവിടെ കണിമംഗലത്തുള്ളവരൊക്കെ പറയുന്നത് പോലെ രാധിക ശരിക്കും ദൈവത്തിൻ്റെ സന്തതി തന്നെയാണെന്നാണ് തോന്നുന്നത്. അതാണ് അവളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ നശിച്ചു പോകുന്നതല്ലാതെ അവൾക്കൊരു കുഴപ്പവും പറ്റാത്തത്. ഇനി അവസാനം ആ രാധികയെ കൊല്ലാൻ പോയി നടന്ന് അവസാനം ബെഞ്ചമിൻ ചത്തു കിടക്കേണ്ടത് നമ്മൾ കാണുമോ? അത് കേട്ടിട്ട് ബെഞ്ചമിൻ പറയണേ, അവൾ രാധിക അവളെ കൊല്ലാനുള്ള എൻ്റെ 2-3 ശ്രമങ്ങൾ പാളി എന്ന് പറഞ്ഞ് ഈ ബെഞ്ചമിൻ പിന്മാറിയിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ സന്തതി പോലും ചില നല്ല മനുഷ്യരെ കാണുമ്പോൾ അവരെ ദൈവം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആകാരങ്ങളിൽ നിന്നും അവരെ തട്ടിയെടുത്ത് ഇല്ലാതാക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. പിന്നെ എന്നെക്കുറിച്ച് ഓരോന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നേരി കണ്ടവർ തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തുന്നതും. ഇടയ്ക്കൊരു പരാജയം പറ്റി, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ തോറ്റു പിന്മാറിയിട്ടില്ല. രാധികയുടെ മരണം അതുറപ്പിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ഈ സമയം അജിത്ത് പറയുവാണ്, എന്നാലും ബെഞ്ചമിൻ നീ ഒന്ന് സൂക്ഷിക്കണം. മുകളിൽ നിന്നൊക്കെ അന്വേഷണം നടക്കുന്നത്. നീ യാത്ര ചെയ്ത വണ്ടിയൊക്കെ അവരിതിനോടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ തപ്പി ഇറങ്ങിയ പിന്നെ നീ കുടുങ്ങിയത് തന്നെയാണ്. അന്നേരം ബെഞ്ചമിൻ പറയണേ,
നിയമത്തിൻ്റെ ബാലപാഠങ്ങൾ ആരും എന്നെ പഠിപ്പിച്ചു തരേണ്ടതില്ല. ആരുടെയൊക്കെ കണ്ണ് എവിടെ വെച്ചാൽ മൂടേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിന്ന് ചൂടുവെള്ളമൊക്കെ ജഗ്ഗിലാക്കിക്കൊണ്ടിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. അങ്ങനെ രാധിക വെള്ളത്തിൻ്റെ ആ ജഗ്ഗു എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി പോകുവാണ്. ഇതെല്ലാം പ്രിയങ്ക മറഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. ഈ സമയം ഈ കാഴ്ച കണ്ടായിരിക്കും ഉർവശിയും കൽപ്പനയും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ രണ്ടാളും പ്രിയങ്കയുടെ അരികിൽ ചെല്ലുക. പ്രിയങ്കയെ ഈ സമയം പ്രിയങ്ക ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ എന്താ എന്നെ വിളിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്ടോ. ഈ സമയം ഉർവശി പറയണേ, മോളെ നീ കണ്ടില്ലേ, നീ കിടക്കേണ്ട റൂമിലേക്ക് ആ രാധിക ഇപ്പോൾ കയറി പോയിരിക്കുന്നത്, നിൻ്റെ ഭർത്താവിൻ്റെ റൂമിലേക്ക്. സത്യം പറഞ്ഞാൽ അവിടെ ഉറങ്ങേണ്ടത് നീയാണ്. നിൻ്റെ സ്ഥാനത്ത് അവളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല മോളെ. നീ ചെല്ല്, നിൻ്റെ റൂമല്ലേ അത്. നിൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഇരിക്കേണ്ടതും ആ റൂമിൽ സമയം ചെലവഴിക്കേണ്ടതും നീയാ. നീ ആ രാധിക റൂമിന് പുറത്തേക്ക് വലിച്ചിറക്ക്, എന്നിട്ട് നീ അവിടെ കയറിയിരിക്കണം. മനസ്സിലായോ പ്രിയങ്കെ? ഈ സമയം കൽപ്പന പറയണേ, ചെറിയമ്മവാ, അവൾക്ക് മനസ്സിലായിട്ടുണ്ട്, അവൾ വേണ്ട പോലെ തന്നെ ചെയ്തോളും. അങ്ങനെ ഉർവശി അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. അന്നേരം കൽപ്പനയോട് പറയണേ, ഈ പൊട്ടത്തിക്ക് നല്ലത് മനസ്സിലായിട്ടുണ്ടാകുമോ? എന്തേലുമൊക്കെ ചെയ്യൂ ഇവള്. കുറേ നാളായി നമ്മൾ ഇവളോട് ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റമില്ലല്ലോ ഇവൾക്ക്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്ക ദേഷ്യത്തിൽ പറയണേ, പൊട്ടത്തി ഞാനല്ല, നിൻ്റെ തള്ളയാടി. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര ബുദ്ധിമതികളാണെന്ന് ചമഞ്ഞുകൊണ്ട് നടക്കുക. കാണിച്ചു തരാൻ ഞാൻ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക നേരെ മുകളിലേക്ക് ഓടിക്കയറുവാണ്. ഈ സമയം വരുണിൻ്റെ അധികം ഉർവശിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണേ. വരുൺ ചോദിക്കണേ, അല്ല ഈ ചെറിയമ്മയുടെ ആത്മഹത്യ നാടകം എനിക്കെന്തോ അതത്ര വിശ്വസിക്കാൻ പറ്റുന്നതായിട്ട് തോന്നുന്നില്ല. അവരങ്ങനെ വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കയറി കൂടണം എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചിട്ടായിരിക്കും. അന്നേരം രാധിക പറയണേ, അങ്ങനെയൊന്നും പറയലേ വരുൺ, എന്താണെങ്കിലും മരണത്തെ അതിജീവിച്ച് വന്നവരല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ പ്രിയങ്ക വന്ന് വാതിൽ തട്ടുന്നത്. ചേച്ചി വാതിൽ തുറക്ക് ചേച്ചി. അങ്ങനെ പറഞ്ഞ് തട്ടിക്കൊണ്ട് നിൽക്കുന്ന പ്രിയങ്കയുടെ ശബ്ദം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന വരുണിനെ കാണിച്ചുകൊണ്ടാണോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്